ഹലോ എവ്രിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് മോഡൽ എക്സാം 2 ആണ്. അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്നവർ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു മുന്നോടിയായിട്ട് ഒരു മുന്നൊരുക്കമായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സൗദി അറേബ്യ. 2. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പുഷ്പക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 നടക്കാനിരിക്കുന്ന പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി. പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി 2025 ആണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇന്ത്യ. 4. ബ്രിക്സ് കൂട്ടായ്മയിലെ പുതിയ അംഗങ്ങൾ അല്ലാത്തത് ആര്? ബ്രിക്സിൽ പുതുതായി ചേർന്നതിൽ ഉൾപ്പെടാത്തത് ഏത് രാജ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സൗദി അറേബ്യ. ഇറാൻ, UAE, എത്യോപ്യ, അതേപോലെ ഈജിപ്റ്റ് എന്നിവയാണ് ബ്രിക്സിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത രാജ്യങ്ങൾ കേട്ടോ, ഓർത്തിരിക്കുക. 5. ക്വസ്റ്റ്യൻ, ഭാരതരത്ന പുരസ്കാരം 2024 നേടിയ മുൻ ബീഹാർ മുഖ്യമന്ത്രി ആര്? ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്നു മുൻപ്. ആരായിരുന്നു വ്യക്തി? ആൻസർ ഓപ്ഷൻ ബി, കർപ്പൂരി ഠാക്കൂർ. 6. ക്വസ്റ്റ്യൻ, 18ാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, ഭർത്തഹരി മെഹ്താബ്. ഭർത്തഹരി മെഹ്താബിനെയാണ് പ്രോടൈം സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത ഏത് നദിയിലാണ്? അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത ഏത് നദിയിലാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹൂഗ്ലി. 8th ക്വസ്റ്റ്യൻ, തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത്. തിരുനെല്ലിയുടെ കഥാകാരി. ആൻസർ ഈസ് ഓപ്ഷൻ ബി, പി വത്സല. 9. 2023-24 സ്കൂൾ കായികമേളയുടെ വേദി. കായികമേളയുടെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ എ, തൃശൂർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, 2024 വയലാർ അവാർഡ് ജേതാവ്. 2024 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, അശോകൻ ചെരുവിൽ. 11. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം. ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി, അഫ്ഗാനിസ്ഥാൻ. 12. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴ. പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്നതാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാൽ ബൈശാഖി. 13. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗോദാവരി. 14. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡെക്കാൻ പീഠഭൂമി. 15. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കാവേരി. കാവേരിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയും കൂടിയാണ് അമരാവതി. 16. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. കോട്ടണോപോളിസ് ഏതാണ് നഗരം? ആൻസർ ഓപ്ഷൻ സി, മുംബൈ. 17. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ എന്നാണ് റെയിൽ ഗതാഗതം ആരംഭിച്ചത്? ആൻസർ ഈസ് ഓപ്ഷൻ എ, 1853. 18. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ. ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ ഓപ്ഷൻസ് വായിച്ചു നോക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 18. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 2-3. 2-3 ബന്ധമില്ല. എന്തൊക്കെയാണ്? ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഡെൽറ്റ രൂപീകരിക്കുന്നത് കിഴക്കൻ തീര സമതലത്തിലാണ്. അതുപോലെ താരതമ്യേന വീതി കൂടുതൽ, താരതമ്യേന വീതി കുറവാണ് പടിഞ്ഞാറൻ തീര സമതലത്തിന്. അപ്പൊ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ശരിയാണ്. അതുപോലെ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ തിരിഞ്ഞു പോകാതെ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ബന്ധമുള്ളതാണോ ബന്ധമില്ലാത്തതാണോ എന്നുള്ളതെല്ലാം മാർക്ക് ചെയ്തിട്ട് തന്നെ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക.
19. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മൗണ്ട് കെറ്റു. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. മൗണ്ട് കെറ്റു കുക്കുബയുടെ കശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. 20. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, മഹാരാഷ്ട്ര. 21. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, പൂക്കോട് തടാകം. 22. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, വേമ്പനാട്ട് കായൽ. 23. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനമായ ഇരവികുളം ദേശീയ ഉദ്യാനം നിലവിൽ വന്നതെന്ന്? അപ്പൊ കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. നിലവിൽ വന്നത് ഏത് വർഷമാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, 1978. 24-ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. കറക്റ്റായിട്ട് തന്നെ ഓപ്ഷൻസ് നോക്കുക കേട്ടോ. കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 എല്ലാം കറക്റ്റായിട്ട് നേരെ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. പേപ്പാറ തിരുവനന്തപുരത്താണ്, ചെന്തുരുണി കൊല്ലത്താണ്, അതുപോലെ കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ കണ്ണൂരാണ്. കറക്റ്റായിട്ട് തന്നെ വന്യജീവി സങ്കേതങ്ങളും ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ചോദ്യം അവിടെ നിന്ന് വരാം. 25. കേരളത്തിന്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? ഖാദി അതുപോലെ തന്നെ ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പി രാജീവ്. അപ്പൊ പി രാജീവ് ആണ് എന്തിനൊക്കെ ചുമതലയുള്ളത്? ഖാദി, ഗ്രാമ വ്യവസായങ്ങൾ, അതുപോലെ നിയമമന്ത്രി ആരാണ്? പി രാജീവ് തന്നെയാണ്, ഓർത്തു വെച്ചിരിക്കുക. 26. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, 2017. 27. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ്. 28. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം. കോഴിക്കോടാണ്. അപ്പോൾ ഉറുമി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? കോഴിക്കോടാണ്. ആരാണ് സഹായം നൽകിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ചൈന. 29. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, 780 മെഗാവാട്ട്. 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി. 30. ശരിയായവ തിരഞ്ഞെടുക്കുക. കറക്റ്റായിട്ടാണ് ഓപ്ഷൻസ് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ശരിയായവയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരി. കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13-നാണ്. അപ്പോൾ ഒക്ടോബർ 13-നാണ് കേരള സംസ്ഥാന കായിക ദിനം എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമാണ്, ഓർത്തിരിക്കുക. GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13-നാണ് കേരളത്തിലെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. ശരിയാണ്, രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക. TK ഇർഫാൻ നീന്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെറ്റാണ്. TK ഇർഫാൻ എന്ന് പറയുന്നത് റേസ് വാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലെയർ ആണ്. അതും കൂടി ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി, സഞ്ജീവ് ഖന്ന. 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഭാഗം 4A. കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം എന്നാണ്? 1950 ജനുവരി 26. ആൻസർ ഈസ് ഓപ്ഷൻ സി. 34. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. 35. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അപ്പം നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക അവകാശങ്ങളിൽ നിന്നും മാറ്റിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റിക്കരുത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. 44th അമെന്റ്മെന്റിലൂടെയാണ് എന്ത് ചെയ്തത്? സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയത്, അല്ലെങ്കിൽ മൗലിക അവകാശത്തിൽ നിന്നും എടുത്തു മാറ്റിയത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേട്ടോ. 36.
ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 2:3. ക്വസ്റ്റ്യൻ വീതിയും നീളവും താൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ചു നോക്കുക. നീളം ഈസ്റ്റ് വീതി ആകുമ്പോഴാണ് 3:2 വരുന്നത്. വീതി നീളവും ചോദിക്കുമ്പോൾ 2:3 തിരിച്ചെഴുതണം കേട്ടോ. കറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനായിട്ട് ശ്രമിക്കുക. 37 ദേശീയ വിവരാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ എത്ര? ദേശീയ വിവരാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങളെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് 3. 3 പേരാണ് ദേശീയ തലത്തിലുള്ളത്. ആരൊക്കെ? പ്രധാനമന്ത്രി, അതുപോലെ ലോക്സഭ പ്രതിപക്ഷ നേതാവ്, അതുപോലെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വ്യക്തി. അതൊരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക, തിരിഞ്ഞു പോകരുത്. മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിലാണ് 6 അംഗങ്ങൾ വരുന്നത്. വിവരാവകാശത്തിലാകുമ്പോൾ 3 പേരാണ് സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 38 വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത് താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതിയിലൂടെയാണ്? വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 86. 86 ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. 39 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് 1955. 40 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനെയാണ് അംഗീകാരം നൽകിയത്? അപ്പൊ എന്നാണ് അംഗീകരിച്ചത്? 1950 ജനുവരി 24 അംഗീകരിച്ചത്. ഏത് ഭാഷയിലുള്ളതാണ് അംഗീകരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് ഹിന്ദി. 41 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തത് ഏത്? ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തതാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 2 മാത്രമേ ഉള്ളൂ ബന്ധമില്ലാത്തത്. അപ്പൊ എന്താണ് ബാക്കിയുള്ളതൊക്കെ നോക്കാം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണ്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ശരിയാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതും ശരിയാണ്. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അത് തെറ്റാണ്. ലാഹോർ സമ്മേളനത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. നിസ്സഹരണ സമരം എപ്പോഴായിരുന്നു? 1920-22 കാലയളവിൽ നടന്നാണ് നിസ്സഹരണ സമരം എന്ന് പറയുന്നത് കേട്ടോ. 42 താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളും സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നതിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ നോക്കുക വർഷങ്ങള്. ആൻസർ വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി ആണ്. എ എന്ന് പറയുന്നത് 3, ബി 4, സി 1, ഡി 2. ക്യാബിനറ്റ് മിഷൻ എന്നാണ് വന്നത്? 1946 ക്യാബിനറ്റ് മിഷൻ വരുന്നത്. ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് എന്ന് പറയുന്നത് 1940 കേട്ടോ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത് 1947. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. 43 എ വിഭാഗത്തിലെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി വിഭാഗം പൂരിപ്പിക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? നാനാ സാഹിബ് കാൺപൂർ. ഷാമോൾ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 1857 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടന്ന സ്ഥലങ്ങളും അതുപോലെ അവരുടെ നേതാക്കളുമാണ് ഇവിടെ കൊടുത്തത്. കറക്റ്റായിട്ട് മനസ്സിലാക്കി എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബറൌട്ട് പർഗാനയിലാണ് കേട്ടോ. ഷാമോൾ എവിടെയാണ് സമരങ്ങൾ നടത്തിയത്? ബറൌട്ടിലാണ് കേട്ടോ. 44 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആനി ബെസന്റ് ആണ്. ഇന്ത്യക്കാരിയെ ചോദിക്കുമ്പോഴാണ് സരോജിനി നായിഡു എഴുതേണ്ടത് കേട്ടോ. 45 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ. ബാലഗംഗാധർ തിലകിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏവ? ആൻസർ ഈസ് ഓപ്ഷൻ സി കേസരി മറാത്ത. തിരിഞ്ഞു പോകരുത് കേട്ടോ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബെസന്റിന്റേതാണ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയുടേതാണ്. ബോംബെ സമാചാർ അതാണ് ഫർദൂർജി. ഓർത്തിരിക്കുക. 46 ഇൻ മെമ്മോറിയം എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആരാണ്? ഇൻ മെമ്മോറിയം എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ജോസഫ് നോയൽ പേറ്റൻ ആണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രം വരച്ചത്. 47 ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക. ആൻസർ ഈസ് ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലി അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആണെന്നും കൂടി ഓർത്തിരിക്കുക. 48 ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി സൂര്യാസെൻ. സൂര്യാസെന്നിന്റെ പാർട്ടിയാണ് ഇത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത്. 49
രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി സംവാദ് കൗമുദിയാണ്. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചതാണ് മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. 50. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധർ തിലക്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വാലന്റൈൻ ഷെറോൺ. 51. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന കണ്ടെത്തി എഴുതുക. അപ്പോൾ ശരിയായിട്ടുള്ള കാലഗണന ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 51 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2, 1, 4, 3 എന്നതാണ് ശരിയായിട്ടുള്ള കാലഗണന എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് വർഷങ്ങളെന്ന് നോക്കുക. കുറിച്യ കലാപം നടന്നത് എന്നാണ്? 1812 കുറിച്യ കലാപം നടക്കുന്നത്. വേലുത്തമ്പി കലാപം അല്ലെങ്കിൽ നമ്മുടെ കുണ്ടറ വിളംബരമൊക്കെ നടക്കുന്ന 1809 ഓർത്തിരിക്കുക. മലബാർ കലാപം 1921 അതുപോലെ ചാന്നാർ ലഹള 1859 ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ആദ്യം വന്നത്? 1809 വേലുത്തമ്പിയുടെ കലാപമാണ്. അതിനുശേഷം കുറിച്യ കലാപം, അത് കഴിഞ്ഞ് എന്താണ് ചാന്നാർ ലഹള, അതിന് ലാസ്റ്റാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് വർഷങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. വർഷങ്ങൾ എഴുതി വെച്ചിട്ട് അതിനെ സോർട്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ, തെറ്റിക്കരുത്. 52 കേരളത്തിലെ ആദ്യ സ്വദേശി പ്രിന്റിംഗ് പ്രസ്സായ സെന്റ് ജോസഫ് പ്രസിന്റെ സ്ഥാപകൻ. കേരളത്തിലെ ആദ്യത്തെ സ്വദേശി പ്രിന്റിംഗ് പ്രസ് ആണ് ഏത്? സെന്റ് ജോസഫ് പ്രസ്. അതാരാണ് സ്ഥാപിച്ചത്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കുര്യാക്കോസ് ഏലിയസ് ചാവറ കേട്ടോ, ശ്രദ്ധിക്കുക. 53 വരിക വരിക സഹചരെ വലിയ സഹന സമരമായി തുടങ്ങുന്ന ദേശീയ ബോധം ഉണർത്തുന്ന ഈ വരികളെ രചിച്ചത് ആരാണ്? അപ്പൊ നമുക്കറിയാവുന്ന വരിക വരിക സഹചരെ എന്ന് പറയുന്നത് ആരുടെ വരികളാണ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, അംഷി നാരായണ പിള്ള. 54 തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. 55 സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, വിദ്യാഭൂഷണി. 56 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിലാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, കെ കേളപ്പൻ. 57 മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആഞ്ചലോസ് ഫ്രാൻസിസ്. 58 മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആര്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, എ വി കുട്ടിമാളു അമ്മ. മലബാറിൽ നേതൃത്വം നൽകിയത് എ വി കുട്ടിമാളു അമ്മയാണ്, ഓർത്തിരിക്കുക. 59 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വിമോചന സമരം നടന്നതെന്ന്. വിമോചന സമരം നടന്നതെന്നാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, 1959 മന്നത്ത് പത്മനാഭനാണ് നേതൃത്വം നൽകിയതെന്നും ഓർത്തിരിക്കുക. 60 സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി സമരം നടന്നതെന്ന്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി സമരം നടന്നതെന്നാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, 1893. ഓപ്ഷൻസ് കണ്ട് കൺഫ്യൂഷനായി പോകരുത്, കറക്റ്റായിട്ട് തന്നെ ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 61 പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ ഇവയിൽ ഏതാണ്? പോളിയോയ്ക്കെതിരെ നൽകുന്ന വാക്സിൻ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, OPV. 62 ഹൃദയസ്തംഭനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏത്? അപ്പം ഹൃദയസ്തംഭനവും ശ്വാസോച്ഛ്വാസവും ഒക്കെ നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, മെഡുല്ല ഒബ്ലാങ്കറ്റ. അപ്പം നമ്മുടെ ഐച്ഛികവും അനൈച്ഛിക പ്രവർത്തനം, ഇതിൽ അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലാങ്കറ്റയാണ്. ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല, സ്വന്തമായിട്ട് അനൈച്ഛികമായിട്ട് നടക്കുന്നതാണ്. അപ്പം അത് മെഡുല്ല ഒബ്ലാങ്കറ്റയാണ് കേട്ടോ. ഐച്ഛിക പ്രവർത്തനമാണ് ആര് നോക്കുന്നത്? സെറിബ്രം നോക്കുന്നത്. അത് ശ്രദ്ധയായിട്ട് കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. 63 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡിഫ്തീരിയ. ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമാണ്. നിപ്പ, എയ്ഡ്സ്, ചിക്കൻ ഗുനിയ എന്നൊക്കെ പറയുന്നത് എന്താണ്? വൈറസ് രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. 64 മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ യുവത്വ ഹോർമോൺ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ തൈമോസിൻ ആണ് കേട്ടോ. തൈമോസിനെയാണ് നമ്മൾ യുവത്വ ഹോർമോൺ എന്ന് പറയുന്നത്. 65 പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയറിന്റെ സങ്കര ഇനമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഭാഗ്യലക്ഷ്മി.
66 കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് സ്നേഹസ്പർശം. 67 കേരളത്തിൽ സാന്ത്വന പരിചരണ നിയമം അഥവാ പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? പാലിയേറ്റീവ് കെയർ പോളിസി എന്നാണ് നിലവിൽ വന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2008. 68 മുറിവിൽ നിന്നും അധിക രക്തസ്രാവമാണ്. രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വിറ്റമിൻ കെ. 69 നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? NACO നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് എയ്ഡ്സ്. 70 മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം. മെലിഞ്ഞ രോഗം അഥവാ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗത്തിനെയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് എയ്ഡ്സ്. 71 ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏത്? ആൻസർ ഈസ് ഓപ്ഷൻ എ പൂർണ്ണാന്തര പ്രതിപതനം. 72 10 കിലോ മാസുള്ള വസ്തുവിന്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം എത്രയാണ്? ഭൂകേന്ദ്രത്തിലെ ഭാരം എത്രയെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് 0 ന്യൂട്ടൺ. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അതുകൊണ്ടാണ് ഭൂകേന്ദ്രത്തിൽ ഭാരം ഇല്ലാത്തതെന്ന് ഓർത്തിരിക്കുക. 73 ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്? ഹൈഡ്രോളിക് ജാക്ക്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി പാസ്കൽ നിയമം. 74 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാര്? ഫിസിക്സിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 24 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ജെഫ്രി ഹിൻറ്റൺ ആണ് കേട്ടോ. ജെഫ്രി ഹിൻറ്റൺ ആണ് എന്ത് ചെയ്തത്? ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടുന്നത്. ബാക്കി 2024 നൊബേൽ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇനി വരുന്ന എക്സാമുകൾക്ക് ഒന്ന് നോക്കി വെച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. 2023 നോക്കിയിരിക്കേണ്ടതാണ് കേട്ടോ. ഏത് ചോദിക്കും എന്നുള്ളത് അറിയില്ല. രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. 75 കൂട്ടത്തിൽപ്പെടാത്തത്. കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ന്യൂട്ടൺ. ബാക്കിയെല്ലാം SI യൂണിറ്റിൽ പെടുന്നതാണ്. ന്യൂട്ടൺ എന്തല്ല, SI യൂണിറ്റ് അല്ല. 76 സ്വർണം ലയിക്കുന്ന അക്വാറീജിയ ഏതൊക്കെ ചേരുന്നതാണ്? അക്വാറീജിയ ഏതൊക്കെ ചേരുന്നതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേരുന്നതാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. 77 താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ അയിര് അല്ലാത്തത് ഏത്? ഇരുമ്പിന്റെ അയിര് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ബോക്സൈറ്റ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അതുപോലെ സിഡറൈറ്റ് എല്ലാം എന്താണ്? ഇരുമ്പിന്റെ അയിരുകളാണ്. 78 ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായ മൂലകം ഏത്? ഇലക്ട്രോനെഗറ്റീവായ മൂലകം ഏതെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫ്ലൂറിൻ. 79 ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? പീരിയോഡിക് ടേബിളിലെ ഏത് ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ ഉൾപ്പെടുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് 18. ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഇനേർട്ട് ഗ്യാസസ്, നമ്മുടെ ഹീലിയം, നിയോൺ, ആർഗൺ എന്നീ പറയുന്നത് ഉൾപ്പെടുന്നത് ഏതിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ്. 80 ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1:8. തെറ്റിപ്പോകരുത്. അറ്റോമിക് മാസിലുള്ള റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്സിജന്റെ എന്ന് പറയുന്നത് 16 ആണ്. ഇവിടെ ഹൈഡ്രജൻ എത്രയുണ്ട്? H2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ അവിടെ എത്രയുണ്ട്? 2 ഹൈഡ്രജൻ ആണുള്ളത്. അപ്പൊ അറ്റോമിക് മാസ് എത്രയാവും? 1 × 2 ചെയ്യുമ്പോൾ 2 ആവും. അപ്പൊ 2:, ഇവിടെ 1 ആണ്. 16 × 1 എന്ന് പറയുന്നത് 16 തന്നെ. അപ്പൊ 2:16 എന്ന് പറയും. അതിനെയാണ് 1:8 എന്ന് നമ്മൾ എഴുതിയത് കേട്ടോ. 2:1 ഈ ഒരു മോളിന്റെ എണ്ണമുള്ള റേഷ്യോ വെച്ചിട്ട് എഴുതരുത്. മോളാർ റേഷ്യോ ആണ് ഏത്? 2:1 എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:8 ആണ്. ഓർത്തിരിക്കുക കേട്ടോ, തെറ്റിക്കരുത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. അപ്പൊ നമ്മൾ 80 GK ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. മാത്സിന് സമയം കിട്ടാത്തവരുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചെയ്ത് പരിശീലിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ടൈമിനുള്ളിൽ മാത്സ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ മാക്സിമം നിങ്ങൾ സ്പീഡിന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 81 മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും അച്ഛന്റെ പ്രായം. എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? അപ്പൊ ഏജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 10.
82. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര? ഒരു സമചതുരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 17 മീറ്റർ. പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയ തന്നെയാണ്. അപ്പൊ എന്താണ്, എ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നും എ കണ്ടുപിടിക്കുക. അപ്പൊ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 83. 1/2 പ്ലസ് 3/4 മൈനസ് 1ന്റെ വില എത്രയാണ്? 1/2 പ്ലസ് 3/4 കേട്ടോ, മൈനസ് 1 രണ്ടിന്റെ വില എത്രയാണ് ചോദ്യം. കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക, മാർക്ക് കളയരുത് ഫ്രാക്ഷൻസിലുള്ള ക്വസ്റ്റ്യൻസിലൊന്നും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1/4. 84. പൂരിപ്പിക്കുക. 2, 5, 8 ഡാഷ്. ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 11. 3 വെച്ച് കൂടി പോവുകയാണ് കേട്ടോ. 2 + 3 5, 5 + 3 8, 8 + 3 11. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും, അതുപോലെ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വക ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്. 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 85. -12 നിന്നും -10 കുറയ്ക്കുക. -12 നിന്നും -10 കുറയ്ക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, -2. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? -12 നിന്നും -10 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ, 2 മൈനസും കൂടെ ചേർന്ന് എന്താവും, പ്ലസ് ആവും. അത് ഓർത്ത് വെച്ചിരിക്കും. അപ്പൊ -12 + 10 ആണ്. അപ്പൊ എന്താണ്, വ്യത്യസ്ത ചിഹ്നം വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. അപ്പൊ എന്താ, 12 - 10 2. വലുതിന്റെ ചിഹ്നം ഏതാണ്? മൈനസ് ആണ്. അങ്ങനെയാണ് -2 വരുന്നത്. 86. റൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1.4641 എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1.21 ആണ്. അപ്പൊ 121ന്റെ സ്ക്വയർ ആണ് 14,641 എന്ന് പറയുന്നത്. അപ്പോൾ ദശാംശം മാറുമ്പോഴത്തേക്ക് റൂട്ടിനകത്ത് 4 എണ്ണം ഉണ്ടെങ്കിൽ പുറത്ത് വരുമ്പോഴത്തേക്ക് അത് 2 എണ്ണമായിട്ട് മാറും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. 87. 15 സെന്റിമീറ്റർ നീളമുള്ള വര എ ബിയുടെ 2/3 ഭാഗമാകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ സിയുടെ 1/2 ഭാഗമാകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക കേട്ടോ. എ ബിയുടെ 2/3 ഭാഗമാകുന്ന രീതിയിൽ സി മാർക്ക് ചെയ്തു. ഇനി എ സിയുടെ 1/2 പകുതിയിൽ എന്ത് ചെയ്തു? ഡി മാർക്ക് ചെയ്തു. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1/3. 88. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത്? ഇത് 5/5 എന്നാണ്. 15/5 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ 15/5 പിന്നെ അത് കഴിഞ്ഞ് +5. 15/5 +5 ഇങ്ങനെയാണ് കേട്ടോ, തെറ്റിപ്പോരുതേ. അതുപോലെ 15/5 + 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 15/10 എന്നുള്ള രീതിയിൽ. അതുപോലെ 15/5 - 5 15/0 എന്ന് പറയുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ സാധനം 15/5 പിന്നെ പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഒറ്റ സംഖ്യ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 15/5 + 5. അപ്പോൾ 15 എന്ത് വന്നാലും നമുക്ക് ലാസ്റ്റ് ഉത്തരം എന്തായിരിക്കും? 5-ലായിരിക്കും അവസാനിക്കുന്നത്. അതിന്റെ കൂടെ പിന്നെ എന്ത് ചെയ്യാണ്? ഒരു 5 കൂടെ ആഡ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? 0 വരും. അപ്പൊ 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒറ്റ സംഖ്യ അല്ല, അതൊരു ഇരട്ട സംഖ്യയിലായിരിക്കും അവസാനിക്കുക. ബാക്കിയെല്ലാം എന്താണ്? ഒറ്റ സംഖ്യയിലാണ് അവസാനിക്കുന്നത്. 89. 12 1/2ന്റെ പകുതിയുടെ ദശാംശ രൂപം എത്രയാണ്? 12 1/2ന്റെ പകുതിയുടെ ദശാംശ സംഖ്യ എത്രയാണ്? 89 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 0.0625 ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60. അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പൊ ഏറ്റവും ചെറുത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 56. അപ്പൊ ശരാശരി തന്നിട്ടുണ്ട് 60 ആണ്. ഇരട്ട സംഖ്യകളാണ് പറഞ്ഞിട്ടുണ്ട്, 5 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. 1 2 3 4 5 എണ്ണം ഉണ്ട്. അപ്പൊ ശരാശരി എന്ന് പറയുമ്പോൾ നടുക്കത്തെ സംഖ്യ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ ബാക്കിലോട്ട് ഏതാണ്? 58, അതുപോലെ 56. നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 62ഉം 64. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 64, ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 56. കറക്റ്റായിട്ട് ഇവ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒറ്റയാനെ കണ്ടെത്തുക.
91, 93, 95, 97, 99 ഇതിലൊറ്റയാണ് ആരെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് 97. ബാക്കിയെല്ലാം എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. 97 മാത്രമേ ഉള്ളൂ എന്ത് പ്രൈം നമ്പർ ആയിട്ട് വരുന്നുള്ളൂ. 92ാമത്തെ ക്വസ്റ്റ്യൻ 1, 2, 5, 16, 65 എന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് 326. 93 ഒരു പേനയുടെയും ഒരു പുസ്തകത്തിന്റെയും വില 3:5 എന്ന അംശബന്ധത്തിലാണ്. പുസ്തകത്തിന് 12 രൂപ കൂടുതലാണ് എങ്കിൽ പേനയും പുസ്തകത്തിനും കൂടി ആകെ വില എത്ര? റേഷ്യൂസിലെ ക്വസ്റ്റ്യൻസ് കാണും. കറക്റ്റായിട്ട് തന്നെ റേഷ്യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 48. 94 സമാന ബന്ധം കണ്ടെത്തുക. 7:342 അതുപോലെ 8 എന്താണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് 511. 95 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 5 വർഷത്തിനു ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക തന്നിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ എത്രയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി ആണ് 73. 96 താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുതേതെന്നാണ് ചോദ്യം. ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ് 10.7650 കേട്ടോ. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അത് തന്നെയായിരിക്കും ഏറ്റവും വലുത്. 97 തന്നിരിക്കുന്ന പാറ്റേണിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. എളുപ്പമുള്ളൊരു പാറ്റേൺ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ് EFG. 98 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ ഏത്? 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. 3ന്റെ ഗുണിതം കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ആ കിട്ടുന്ന ഉത്തരം 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ ആൻസർ വരുന്നത് സി ആണ് 102. അപ്പോൾ 1 + 0 + 2 എത്ര കിട്ടും? 3 ആണ് കിട്ടുന്നത്. 3 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ ഗുണിതമാണ്. അപ്പോൾ എന്താണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 102 ആണ്. 99 സാന്ദ്ര ഒരു സെക്കൻഡ് കൊണ്ട് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടും? കറക്റ്റായിട്ട് കൺവേർഷൻസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. തെറ്റിക്കരുത് വെറുതെ. 99ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 240 മീറ്റർ. ഒരു ഡെസിമൽ ആഡ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. 0.3 + 0.32 + 2.13. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 2.75. ഡെസിമൽസ് എല്ലാം ഒരുപോലെ എഴുതിയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ 3 വരും, 32 അതുപോലെ തന്നെ 13. ഇവിടെ മാത്രം 2 സെപ്പറേറ്റ് കൊടുക്കുക. അതെല്ലാം കൂടെ എഴുതിയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ മോഡൽ എക്സാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നന്നായിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ നല്ലൊരു എക്സാം ആയിട്ട് തീരട്ടെ നാളത്തെ എക്സാം എന്ന് പറയുന്നത്. എല്ലാവർക്കും നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ. ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും നിങ്ങൾ നല്ലപോലെ എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കാര്യങ്ങൾ, നമ്മൾ ഇത്രയും നാളും പഠിച്ച അത്രയും കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് എഴുതാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടഫായിരിക്കാം, ചിലപ്പോൾ എളുപ്പമായിരിക്കാം. അതൊന്നും നോക്കേണ്ട. എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മാക്സിമം നെഗറ്റീവുകൾ വരുത്താതെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ PDF എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാം ജോയിൻ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാത്സിൻ്റെ സൊല്യൂഷൻസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ലോഗ്രാർ PSC എന്ന് തന്നെയാണ് ടെലഗ്രാം ചാനൽ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മാർക്കുകൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.